BCA കുറിച്ചാണ്. ഇതൊക്കെ ഒരു പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എത്തിക്കൽ ഹാക്കർ. അതുപോലത്തെ ഒരു കോഴ്സാണ് BCA. അവിടെ ഹലോ ഗായ്സ്, അപ്പോൾ ബബ്ലുവാസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ BCA കുറിച്ചാണ്. BCA എന്ന് പറഞ്ഞാൽ എന്നോട് കുറച്ച് മുമ്പ് ഒരു കുട്ടി ചോദിച്ചിരുന്നത് BCA പഠിച്ചാൽ എന്താവുന്നു. അപ്പോൾ ഞാൻ അവർക്ക് കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ഇപ്പോഴും 2-3 സ്റ്റുഡൻസ് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ BCA എടുക്കുന്ന മെയിൻ പ്രശ്നമെന്നല്ല എല്ലാവരും നേരിടുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ അടിയിൽ നിന്നും ഫാമിലീസിൻ്റെ അടിയിൽ നിന്നൊക്കെ BCA പഠിച്ചാൽ എന്താവുക, ഒന്നും അറിയില്ല, എങ്ങനെയാവുക. അപ്പോൾ ഈ പറഞ്ഞ BCA എടുക്കാനുള്ള ആഗ്രഹിച്ച കുട്ടികളടക്കം നമ്മൾ ഈ പറഞ്ഞ BCA കോഴ്സ് ഡ്രോപ്പ് ചെയ്യും. ഞാൻ പറയട്ടെ, ഈ പറഞ്ഞ ഇത്രയും കോഴ്സുകളുണ്ടായിട്ട് ഇതിലൊക്കെ എൻ്റെ ഡിഫറെൻ്റ് ആയിക്കൊണ്ട ഒരു കോഴ്സാണ് BCA. ഒന്നാമത് സർട്ടിഫൈഡ് കോഴ്സ് അല്ല, മീൻസ് സർട്ടിഫിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. നിങ്ങൾക്ക് പണി അറിഞ്ഞാൽ മതി. അതായത് ഇന്നൊരു കാര്യം ചെയ്യാൻ അറിയുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. എല്ലാവർക്കും അങ്ങനത്തെ ആൾക്കാരാണ് വേണ്ടത്. ഒരു സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമില്ല. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് പഠിച്ചു പറഞ്ഞാൽ ഇവിടുന്ന് കുറേ ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ 10 കഴിഞ്ഞിട്ട് +2 കൊമേഴ്സ് എടുക്കുന്ന സ്റ്റുഡൻസിനോട് എന്ത് ജോബാണ് കിട്ടുക, അല്ലെങ്കിൽ എന്നിട്ട് സയൻസ് എടുക്കുന്ന കുട്ടികളോട് എന്ത് ജോബാണ് എടുക്കുക, എത്ര സാലറി കിട്ടുമെന്ന് ചോദിച്ചാൽ കാര്യമുണ്ടോ? ഇല്ല. കാരണം ഈ സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബേസിക്കാണ്. അവിടുന്ന് പിന്നെയും കുറേ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, പോകാൻ ഓപ്ഷൻസ് ഉണ്ട്, കുറേ വാതിലുകളുണ്ട്. ഈ പറഞ്ഞ കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കുറേ വാതിലുകളുണ്ട്. അതുപോലത്തെ ഒരു കോഴ്സാണ് BCA. അവിടുന്ന് പോകാൻ കുറേ വാതിലുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ക്ലൗഡ് കമ്പ്യൂട്ടിങ്, ഡാറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, എത്തിക്കൽ ഹാക്കിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇതൊക്കെ അവിടുന്ന് പോകാനുള്ള വാതിലുകളാണ്. ഉദാഹരണത്തിന് എന്താ വെച്ചാൽ ഇപ്പോൾ എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ പണി എന്താ, ഓരോ ഒരു കമ്പനി അല്ലെങ്കിൽ ഓരോ ബിസിനസ് അതിൻ്റെ ഡാറ്റ ഓല് പുറത്തൊന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഓല് ചിലപ്പോൾ അതിൽ വർക്ക് ചെയ്യാമെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഓരോ ഡാറ്റാബേസിൽ ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ അൺഓതറൈസ്ഡ് ആക്സസ് അതിൽ വരുന്നുണ്ടോ, അതിനൊക്കെ ഒരു പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എത്തിക്കൽ ഹാക്കർ. മനസ്സിലായോ? ഈ പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റർ എന്താ ചെയ്യുന്നത്, ഓരോ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സർവീസ് ബാക്കിയുള്ളവർക്ക് എത്തിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പക്ഷേ ഈ 2 ജോബും എൻ്റർലി ഡിഫറെൻ്റാണ്. രണ്ടാൾ ടൈമിങ് വേറെയാണ്, സാലറി പാക്കേജ് വേറെയാണ്, ചെയ്യുന്ന കാര്യങ്ങൾ വേറെയാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ ബേസിക് BCA ആണ്. അതുപോലെ തന്നെ അതാ ഞാൻ പറഞ്ഞ BCAക്ക് ഒരു കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഈ ഫാമിലി അല്ലെങ്കിൽ റിലേറ്റീവ്സ് സ്റ്റുഡൻസിനോട് BCA പഠിച്ചാൽ എന്താവാന്ന് പറഞ്ഞാണ്ട് അതിന്ന് ബാക്ക് പിൻവലിക്കരുത്. കാരണം ഓൽക്കും ഓരോ ഓപ്ഷൻസ് കാര്യങ്ങളും അവിടുന്ന് നമുക്ക് പിന്നെയും ചൂസ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് എനിക്ക് BCA കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളെ കൊമേഴ്സ് ഗ്രൂപ്പൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പൊക്കെ കണ്ട് അടിച്ച് വിട്ട് എന്നിട്ട് ഇതുപോലത്തെ വീഡിയോ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ബബ്ലുവാസ് ചാനലുണ്ട്, അത് മെൻഷൻ ചെയ്യുക. ചാനലില്ല, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, അത് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.